എല്ലാ സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യ സിനിമ പരാജയപ്പെട്ടതിന് ശേഷം, പരാജയപ്പെടുക എന്ന് മാത്രമല്ല എല്ലാവരുടെയും കളിയാക്കലും കുറ്റപ്പെടുത്തലും കിട്ടി. അതിനുശേഷം അമേരിക്കയിലേക്ക് പഠനത്തിനായി പുറപ്പെട്ടു. 8 വർഷത്തോളം അമേരിക്കയിലാണ് ജീവിച്ചത്. അതിനുശേഷം കേരളത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തി. അപ്പോൾ ആ സമയത്ത് ഒരു ജോലി അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ എൻജിനീയറിംഗ് പാതി വഴിയിൽ ഉപേക്ഷിച്ചായിരുന്നു പിന്നെ ഫിലോസഫിയിൽ ഡിഗ്രി ചെയ്യുന്നത്. കേരളത്തിൽ എത്തിയപ്പോഴോ സുഹൃത്തു വലയങ്ങളെല്ലാവരും സിനിമയിൽ നിന്ന് ഉള്ളവരായി. അവരുമായി കൂടുതൽ ഇടപഴകാൻ തുടങ്ങിയപ്പോഴാണ് സിനിമയുടെ എഴുത്തുപണികളിൽ അതിൻ്റെ ഭാഗമാകാൻ തുടങ്ങിയത്. അങ്ങനെ വീണ്ടും സിനിമയിൽ അവസരങ്ങൾ ലഭിച്ചു. അതിനുശേഷമാണ് 22 FK, ഡയമണ്ട് നെക്ലസ്, ചാപ്പാക്കുരിശ് എന്നീ സിനിമകൾ സംഭവിച്ചത്. അപ്പോൾ 100 കോടി ക്ലബിൽ കയറുന്നതല്ല, പ്രേക്ഷകരെ രസിപ്പിക്കുക എന്നതാണ് ഒരു നടന്റെ മുൻതൂക്കം എന്ന് നമ്മൾ ഈ പറയുന്ന നടൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ നടനെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇത്രയും ഹിന്ദികൾ പറഞ്ഞിട്ട് 22 FK, ഡയമണ്ട് നെക്ലസ്, ചാപ്പാക്കുരിശ്, അതിന് ആദ്യ സിനിമ പരാജയപ്പെട്ടതിന് ശേഷം അമേരിക്കയിൽ പോയി തിരിച്ചു വന്നത് ഒന്ന് ഊഹിക്കും നിങ്ങൾ. അപ്പോൾ വീണ്ടും പറയാം, കഴിവുള്ള ഒരുപാട് നടന്മാരെ മലയാള സിനിമാ വ്യവസായത്തിന് നൽകിയ വ്യക്തിയാണ് സംവിധായകൻ ഫാസിൽ. ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അത് ഫഹദ് ഫാസിലിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഫാസിൽ അദ്ദേഹത്തിന് ഒരിക്കലും തെറ്റു പറ്റിയിട്ടില്ലെന്ന് തെളിയിക്കണമെന്നും സിനിമയിലേക്ക് വീണ്ടും തിരികെ എത്തണമെന്നും തോന്നിയത് അങ്ങനെ ഇരിക്കുമ്പോഴാണ്. അതായത് വാപ്പച്ചി ഫാസിൽ തന്നെയാണ് മകന്റെ ഫഹദ് ഫാസിലിന്റെ ഉള്ളിലെ നടനെ ആദ്യമായി മനസ്സിലാക്കിയതെന്നും ഫഹദ് ഫാസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫാസിലും അദ്ദേഹത്തിന്റെ സുഹൃത്തും തമ്മിലുള്ള സംഭാഷണത്തിനിടെയാണ് ഫഹദ് ഫാസിലിന്റെ അഭിനയത്തിന്റെ ഒരു ഋതത്തിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന്റെ 18ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ ഓഡിഷൻ നടക്കുന്നത്. അപ്പോൾ വാപ്പച്ചിയാണ് അദ്ദേഹത്തിന് ആദ്യമായി അഭിനയത്തിന്റെ പാഠങ്ങൾ പറഞ്ഞു. അതായത് അഭിനയം എന്ന് പറയുന്നത് ഒരു ഓർഗാനിക്കായി സംഭവിക്കണമെന്നാണ് വാപ്പച്ചി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് എന്നാണ് പറയുന്നത്. പിന്നീട് ആ ഋതത്തിന് വേണ്ടിയായിരുന്നു വർക്ക് ചെയ്തത്. ശേഷം അദ്ദേഹത്തിന് 3 സംസ്ഥാന അവാർഡുകളും 1 ദേശീയ അവാർഡും കിട്ടി. അതിനു കൂടാതെ ഇപ്പോൾ അടുത്ത ദിവസമാണ് 2024 റിലീസ് ചെയ്ത ആവേശം ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായി മാറി. പക്ഷെ അതിന് ഹിറ്റായി മാറിയ ഈ അടുത്ത കാലത്ത് 2-3 ദിവസങ്ങളിൽ ആവേശത്തിനെ കുറിച്ച് ചിലർ കുട്ടികളെ വഴിതെറ്റിക്കുമെന്ന് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചില വിമർശനങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ഇതിലെ രംഗൻ എന്ന കഥാപാത്രം ഒരു ഗംഭീര പ്രകടനമാണ് ഫഹദ് ഫാസിൽ കാഴ്ചവെച്ചത്. അതിനുശേഷം ഇതര ഭാഷകളിലേക്കും പോയി. തെലുങ്കില് പുഷ്പ 2 പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു. അതിനുശേഷം തെന്നിന്ത്യയിലെ സൂപ്പർ സ്റ്റാറായ തമിഴിലേക്ക് പോയിട്ട് രജനികാന്തിനൊപ്പം വേട്ടയനിലും അഭിനയിച്ചു. കൂടാതെ ബോളിവുഡിലേക്കും ഫഹദ് ഫാസിൽ കടന്നു കയറിയിട്ടുണ്ട്. അത് ഹിറ്റ് സംവിധായകൻ ഒരാളായ ഇംതിയാസ് അലി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് ബോളിവുഡ് സാന്നിധ്യം അറിയിക്കുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ പേരുകളോ മറ്റൊന്നും വന്നിട്ടില്ല. അതുകൂടാതെ വടിവേലു ടീമായിട്ട് കൂടിച്ചേർന്നിട്ട് ഒരു ചിത്രം ഒരുക്കുന്നുണ്ട്, മാരീശൻ എന്ന ചിത്രം. അത് ഒരു പ്രതീക്ഷ നൽകുന്ന ചിത്രമാണെന്നാണ് പറയുന്നത്. അതുകൂടാതെ വേട്ടയനിൽ നല്ലൊരു അഭിനയം കാഴ്ചവെച്ചു എന്നാണ് തമിഴ് ഇൻഡസ്ട്രിയിൽ പറയുന്നത്. രജനികാന്തും അമിതാഭ് ബച്ചനും മഞ്ജു വാര്യരും ഉൾപ്പെടെ വലിയ താരനിരയുള്ള വേട്ടയനിൽ നല്ല കയ്യടി നേടുന്ന കഥാപാത്രമായിരുന്നു ഫഹദിൻ്റെത്. അതുകൂടാതെ തമിഴിൽ അദ്ദേഹം വന്നത് ഏകദേശം 2017 പുറത്തിറങ്ങിയ ശിവകാർത്തികേയൻ നായകനായ വേലൈക്കാരൻ എന്ന ചിത്രത്തിൽ വില്ലൻ വേഷത്തിലാണ്. ഫഹദിൻ്റെതായിട്ട് അടുത്ത് വരാനുള്ള ചിത്രങ്ങൾ ഓടും കുതിര, ചാടും കുതിര, കരാട്ട ചന്ദ്രൻ, ഓക്സിജൻ തുടങ്ങിയവയാണ് റിലീസിന് ഒരുങ്ങുന്ന മറ്റ് ചിത്രങ്ങൾ. അമൽ നീരദ് സംവിധാനം ചെയ്ത ബോഗൻവില്ലയാണ് ഇപ്പൊ അടുത്ത കാലത്ത് വന്ന ഫഹദിന്റെ ഏറ്റവും അവസാനത്തെ ചിത്രം. ഈ ചിത്രത്തിൽ ഒരു IPS ഓഫീസറെ ആണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതായത് ഡേവിഡ് കോച്ച് IPS എന്ന ഒരു കഥാപാത്രത്തെ. ഇതിൽ പറഞ്ഞ ഓക്സിജൻ എന്ന ചിത്രം ഏകദേശം തെലുങ്ക്, മലയാളം എന്നീ ഭാഷകളിൽ വരാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഫഹദ് ഫാസിലിനെ കുറിച്ച് ഒരു ചെറിയ കുഞ്ഞു വീഡിയോ.